ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോഴാണ് ഒരു ഫാമിലി കിട്ടിയത്. അതെല്ലാവരും കൂടി ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോസും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇന്ന് അനാമിക വിഷ്ണുവിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം വന്ന പ്രസ് മീറ്റിനെ കുറിച്ചാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു സൈസ് ഒരു തത്ത പോലത്തെ കളർഫുള്ളായിട്ടുള്ള കിളിയുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്നോ അതപ്പോൾ തുടങ്ങും കരച്ചിൽ. ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്ത് അതിന് കരയാൻ തോന്നും. അതിൻ്റെ സൗണ്ടാണ് ഈ കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് വിടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ അനാമിക വിഷ്ണുവിൻ്റെ ഒരു പ്രസ് മീറ്റിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കണ്ടപ്പം ശരിക്കും ഒരു സങ്കടമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ തെറ്റ് ചെയ്തത് ഒരാൾക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഒരു ആണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതൊരു വലിയ ശിക്ഷയാണ്, അല്ലെങ്കിൽ അതൊരു വലിയ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരുടെയും സമ്മതത്തോടെ ആണെങ്കിൽ അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ പെൺകുട്ടിയുടെ പ്രായം ഇവിടെ 18 വയസ്സിന് താഴെയായി പോയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് മാറിയത്. അതായത് കേസ് പോക്സോ കേസായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി ഇപ്പോൾ വന്നിരുന്നിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഒരു കേരളക്കരയിലെ ജനങ്ങൾ മൊത്തം ഇതിനെക്കുറിച്ച് അറിഞ്ഞതാണ്. അപ്പം ഈ യൂട്യൂബേഴ്സ് ഇതൊക്കെ എടുത്ത് എല്ലാവരും റിയാക്ഷൻ ചെയ്തു, എല്ലാവരും വീഡിയോസ് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് പുറത്തിറങ്ങി കുട്ടീനെ കൊണ്ട് പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെയാണ് ആ കുട്ടി അനാമിക പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു യൂട്യൂബേഴ്സിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒരു അനാമിക വിഷ്ണുവിൻ്റെ കല്യാണത്തോടെയാണ് ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൽ അവരുടെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെയൊരു അതായത് നാച്ചുറൽ അല്ലാത്തൊരു വിവാഹമായതുകൊണ്ട് അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ സ്വന്തം അനാഥാലയ നടത്തിപ്പുകാരിൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പം അതൊരു വലിയ വാർത്തയാവുകയും ആ ഒരു വാർത്തയിലൂടെ അവർക്ക് പബ്ലിസിറ്റി വേണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതൊരു യൂട്യൂബ് വരുമാനമാക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ സ്വയമേ പോസ്റ്റ് ചെയ്ത് അവർക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു, ഫാൻസ് ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും നല്ലൊരു കാര്യമാണല്ലോ സമൂഹത്തിന് മുമ്പിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ തന്നെയാണ് ഇതെല്ലാം പബ്ലിക്കിലേക്ക്, ഈ ഒരു കാര്യങ്ങളെല്ലാം പബ്ലിക്കിലേക്ക് കൊണ്ടെത്തിച്ചത്. പക്ഷേ കാര്യങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കൂടി, അതായത് ഈ ഒരു കുട്ടി 7ാം മാസത്തിൽ പ്രസവിച്ചു എന്നുള്ള കാര്യം ഈ ഒരു പൊതുസമൂഹം എല്ലാം ഒരു ശരിക്കും വിഡ്ഢികളാണ് എന്നാണ് ഇവർ വിചാരിച്ചത്. ഇവരിതൊന്നും, ഈ ഒരു പൊതുസമൂഹം ഇതൊന്നും നോക്കില്ല എന്ന് വിചാരിച്ചായിരിക്കണം ചിലപ്പം ഇവർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൊതുജനം പൊട്ടന്മാരല്ല. 7ാം മാസത്തിലാണ് അനാമിക പ്രസവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ബാക്ക് വശങ്ങൾ തേടിപ്പോയപ്പോഴാണ് മനസ്സിലായത് അനാഥാലയത്തിൽ നിൽക്കുന്ന കുട്ടി ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുമായിട്ട് 18 വയസ്സിന് മുമ്പേ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിന് ശേഷമാണ് കുട്ടി ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ടാണല്ലോ പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടി കല്യാണം കഴിഞ്ഞ് 7ാം മാസത്തിൽ പ്രസവിച്ചത്. അതിപ്പം എല്ലാവരും കണ്ടുപിടിക്കുകയും യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, അവരൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പം സ്വാഭാവികമായിട്ട് റിയാക്ഷൻ ചെയ്യുക തന്നെ ചെയ്യും. അതൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുട്ടീനെയും കൊണ്ടൊന്നും പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ ജീവിതം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും കൂടെ അത് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ല നശിപ്പിച്ചത്, ഒരു യൂട്യൂബേഴ്സും അല്ല നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. ഒരു അനാഥാലയത്തിൽ, അതും 18 വയസ്സ് തികയാത്തൊരു കുട്ടി ഇങ്ങനെയൊരു ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റം തന്നെയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലും കുറ്റം തന്നെയാണ്. അപ്പം അതൊക്കെ അറിയാതെയാണ് നിങ്ങളിതൊക്കെ ചെയ്തത് എന്നുണ്ടെങ്കിൽ
ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തറിയാതെ നോക്കണമായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും പബ്ലിക്കാക്കുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം കൈവിട്ട് പോയി എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പം ഈ ഒരു കരഞ്ഞ് ഈ ഒരു പ്രസ് മീറ്റ് കൊടുത്തത്. ഈ കരഞ്ഞാലും മെഴുകിയാലും ഒന്നും ഈ വന്ന കാര്യവും പോക്സോ കേസും ഒന്നും തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല. അതൊക്കെ അതിൻ്റെതായ വഴിയിൽ മാത്രമേ പോവുള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ആ ഒരു കുട്ടി ജീവിതം തുടങ്ങിയിട്ട് തന്നെയുള്ളൂ. പക്ഷേ എന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്ത തെറ്റും കുറ്റങ്ങളും ഒന്നും തെറ്റല്ലാതെ ഒന്നും ആയി മാറില്ല അല്ലേ? നിങ്ങൾ ചെയ്ത തെറ്റൊക്കെ തെറ്റ് തന്നെയാണ്. അനാഥാലയത്തിന് മറവിൽ നിങ്ങളുടെ അമ്മായിയമ്മയും ഭർത്താവും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയത് നിങ്ങളുടെയും കൂടെ ഭാവിക്ക് നല്ലതാണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. കാരണം ഈ ഒരു ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അനാഥാലയ നടത്തിപ്പുകാരിൻ്റെ ഒരു സ്വഭാവവും നല്ലതല്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അവരുടെ ഒരു ക്രൂരത കൊണ്ട് ക്രൂര മൈൻഡിൻ്റെ ഒരു ഇരയായി നിങ്ങളും മാറാം ഭാവിയിൽ. പക്ഷെ ഇനി അതിൻ്റെ പേടിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് എന്തായാലും ഈ ഗിരിജ എന്ന് പറയുന്ന വ്യക്തി ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ നേരെ തിരിഞ്ഞു വരില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ അവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റ് നടത്തി ഇത്രയായി ഈ ഒരു വിഷയങ്ങളെല്ലാം ഉണ്ടായ അനാമികയ്ക്ക് ഇനി ധൈര്യമായിട്ട് ജീവിക്കാം. കാരണം ഈ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അനാമികയെ കൊന്നുകളയാനായിരുന്നു തീരുമാനം എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പം ഇനി അതിനുള്ള സ്കോപ്പില്ല. കാരണം അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം സ്വാഭാവികമായിട്ട് അനാമികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഗിരിജയെ പോലീസ് നോട്ടം വയ്ക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കാം. എല്ലാവരെയും അടച്ചാക്ഷേപിക്കില്ല. കാരണം നിങ്ങളുടെ ജീവിതം ഇതിലൂടെ ഒരു സേഫ് ആയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്നല്ല, മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ തന്നെയാവും തോന്നിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞാലൊന്നും നമുക്ക് വന്ന ചീത്തപ്പേരോ നമ്മൾ ചെയ്ത പ്രവർത്തികൾ ഇല്ലാതെയാവോ ഒന്നും ചെയ്യില്ല. അപ്പം ആ കുട്ടീനെയും കൊണ്ട് ഭർത്താവുമായിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കുക. ഭർത്താവിനെ ഇപ്പോൾ വിട്ടു തരാൻ പറയാനൊന്നും പറ്റില്ലല്ലോ. പോലീസ് കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ പോലീസിൻ്റെ പോക്സോ കേസിലെ പ്രതിയാണെന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് മാത്രമേ പോവുള്ളൂ. അപ്പം ഇങ്ങനൊരു പ്രസ് മീറ്റ് വന്നപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ കാലങ്ങളാണ് ഞാനിതിൽ വന്ന് പറഞ്ഞത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.